തൃശൂർ വടക്കാഞ്ചേരിയിൽ കൂറുമാറാൻ കോഴ വാങ്ങിയെന്ന ആരോപണം നേരിട്ട ജാഫർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക്. ₹1 പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള രീതിയിൽ മാത്രം സംസാരിച്ചിട്ടുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അല്ല, ഞാനും അവനായിട്ടുള്ള ഒരു റിലേഷന്റെ രീതിയിലാണ് നമ്മൾ സംസാരിച്ചത്. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. കാരണം ഞാനൊരു കാശ് വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്കത് വിളിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. ഞാൻ കാശ് വാങ്ങിച്ച ആളാണെങ്കിൽ ഇത് അവൻ്റെ അടുത്ത് വിളിച്ച് പറയുമ്പോൾ അത് റെക്കോർഡ് ചെയ്യും, എല്ലാം എനിക്കറിയാലോ. അങ്ങനെ കാശ് വാങ്ങുന്നതിന് മുമ്പാണ്, അതായത് ഇതിന് മുമ്പാണല്ലോ, തെരഞ്ഞെടുപ്പിന് മുൻപാണല്ലോ എനിക്കിങ്ങനെ ഓഫർ വന്നിട്ടുണ്ടെന്നുള്ളതാണല്ലോ. അതൊരു വിലപേശലല്ലേ നിങ്ങൾ? ഇല്ല, ഞാൻ അവരടുത്ത് വിലപേശിയിട്ട് ഞാൻ അവരടുത്ത് എന്തെങ്കിലും ആവശ്യപ്പെടുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്കെല്ലാം അറിയുള്ളൂ. ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. എന്നെ ആരെങ്കിലും വന്നിട്ട് ഇനിയിപ്പോൾ LDFന്റെ ഭാഗത്തു നിന്ന് ആരെങ്കിലും എന്നെ വന്ന് കാണുകയാണെങ്കിൽ ആരും കണ്ടിട്ടില്ല. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ചു. എങ്ങനെയാണ് നിങ്ങൾക്ക് LDFന് വോട്ട് ചെയ്യാൻ പ്രേരണ ഉണ്ടായത്? ഒരു പ്രേരണയുടെ പുറത്തും ചെയ്തതല്ല. രാഷ്ട്രീയ പ്രവർത്തകനല്ല, നിങ്ങൾ അങ്ങനെ പറയുന്നതിനകത്ത് എന്താ അടിസ്ഥാനം? കാരണം ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്, ചെറുപ്പം മുതലേ രാഷ്ട്രീയ. ഏറ്റവും കൂടുതൽ CPM-നെ എന്റെ നാട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ CPM-നെ എതിർക്കുന്ന ആള് ഞാനാണ്. CPM-നെ വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അതുകൊണ്ടാണ് എന്റെ അടുത്ത് വന്ന ഒരു ബൈ മിസ്റ്റേക്ക് ആണ്. അതിന്റെ വൈസ് പ്രസിഡന്റിന് അതിനെന്താ സംബന്ധിച്ചു വെച്ചാൽ രാവിലെ മുതലേ തന്നെ എന്റെ വീട്ടിലേക്ക് പ്രതിഷേധ പ്രകടനവും എന്റെ കോലം കത്തിക്കലും അതൊക്കെ ബാബു എന്നെ പലതവണ വിളിച്ചു. ഞാൻ ഫോൺ എടുത്തിട്ടില്ല. കാരണം ആള് വിളിച്ച് വോയിസ് അയക്കിയത് എനിക്ക് ചെയ്തത്. ഞാൻ തിരിച്ച ആൾക്കും അതേപോലെ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്കറിയാം. എന്റെ പ്രസ്ഥാനം ഞാനും അവരും തമ്മിൽ ഒരു ഡീലും ഇല്ല. തലേ ദിവസം ഒരു ട്വിസ്റ്റ് ഉണ്ടാവും താങ്കൾ പറഞ്ഞു. അങ്ങനത്തെ പിറ്റേ ദിവസം ഒരു മിസ്സിംഗ് വന്നു എന്ന് പറയുന്നതിനകത്ത് ഒരു അവിശ്വാസ്യത. ഞാൻ ഒരിക്കലും അതിലേക്കാണ് വരുന്നത്. ഞാൻ സ്വാഭാവികമായിട്ടും തമാശ ഒരു ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള രീതിയിൽ മാത്രമാണ് സംസാരിച്ചിരിക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ ഇതിൽക്കൊരു ടെസ്റ്റിലേക്ക് പോകാനോ ഞാൻ എന്റെ മനസ്സുകൊണ്ട് പോലും ഞാൻ LDFനെ സപ്പോർട്ട് ചെയ്യാത്ത ആളാണ്. കാരണം KV നഫീസ എന്ന് പറയുന്ന ആള് അവരായിട്ട് ഞാനും മാനസികമായിട്ട് വലിയ സുഖത്തിലല്ല. നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അതായത് അത്രയ്ക്ക് നിർണായകമാണ്. ഒരു സീറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ എല്ലാ അംഗങ്ങളും അത്രയ്ക്കും സൂക്ഷിച്ചായിരിക്കും വോട്ട് ചെയ്യുക. നിങ്ങൾ ഇത്രയും വർഷമായുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അപ്പോൾ ഇത് നോക്കി ചെയ്യാൻ പോലും അറിയാത്ത ആളാണോ താങ്കൾ? അല്ല, അത് പറഞ്ഞല്ലോ, മനുഷ്യനാണ്. എന്റെ അടുത്ത് ഒരു തെറ്റുപറ്റി. ഒരു ഘടകവും ഇല്ല. എന്നെ ആരും എന്നെ പ്രലോഭനത്തിലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വാഗ്ദാനത്തിലോ ഞാൻ പറയുന്നു ₹1 പോലും ഞാൻ ഒരാളെ മേടിച്ചിട്ടില്ല. അധ്യാപകനാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അല്ല, ഞാനിപ്പോ ഭവൻസിലില്ല കേട്ടോ. അവിടുന്ന് അതായത് നിങ്ങൾ ഈ പറയുന്നതിനകത്ത് ഒരു വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യം അതാ പറഞ്ഞു. വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോ വിജിലൻസ് ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഏത് അന്വേഷണത്തോടും ഇനിയിപ്പോ നുണപരിശോധനയ്ക്ക് വേണ്ടി അതാ ഞാൻ പറയും. ഞാൻ പറഞ്ഞു വരുന്നതാണ്, നുണപരിശോധനയ്ക്ക് വരെ ഞാൻ തയ്യാറാണ്. എനിക്ക് എന്റെ കയ്യിൽ ഒരു തരത്തിലും എനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാൻ ഒരാളുടെ അടുത്തുനിന്നും ₹1 വാങ്ങിക്ക് അതല്ലെങ്കിൽ അവരൊക്കെ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ പോലും സംസാരിച്ചിട്ടില്ല. അങ്ങനെയാണ്. ബാബു എന്നെ അതിന് ശേഷമാണ് വിളിച്ചിട്ടുള്ളൂ. അതിന്റെ മുന്നേ നിങ്ങൾക്ക് കോൾ ഹിസ്റ്ററി എടുക്കാലോ, എവിടെ വേണമെങ്കിലും പോവാലോ. LDFന്റെ ഭാഗത്തുനിന്ന് ആരാണോ എന്നെ വിളിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിപ്പോ ഇന്നൊന്നും തെളിയിക്കപ്പെടാൻ പറ്റാത്ത കാലമല്ലല്ലോ. നിങ്ങൾക്ക് ഏത് ഹിസ്റ്ററി, എന്റെ ഹിസ്റ്ററി വേണമെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ വരാം. നിങ്ങൾ എവിടെയാണോ ഹിസ്റ്ററി എടുക്കണമെങ്കിൽ അവിടെ നിന്ന് എടുക്കാം. വോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു. എന്റെ പേഴ്സണലായിട്ട് എന്തോ സംഭവിച്ചു പോയി. അല്ലാതെ ഞാൻ മനഃപൂർവ്വം ഒരിക്കലും നിങ്ങൾ ജനപ്രതിനിധിയായിട്ട് ജയിച്ചു വന്നിട്ട് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോ സ്വാഭാവികമായിട്ട് നിങ്ങൾ UDFനെ വോട്ട് ചെയ്യേണ്ടത്. അത് മാറാൻ മാത്രം എന്ത് മാനസിക സമ്മർദ്ദമാണ് ആ സമയത്ത് ഉണ്ടായത്? അങ്ങനെ മാനസിക സമ്മർദ്ദത്തിന്റെ എന്റെ അടുത്ത് വന്ന ഒരു മിസ്റ്റേക്ക് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മനഃപൂർവ്വം ഒരിക്കലും LDFന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പോയത്. ഞാൻ രാജിവെച്ചല്ലോ. പൊതുസമൂഹത്തിന് മുന്നിൽ ഞാൻ മാപ്പ് പറഞ്ഞു. കാരണം എന്റെ അടുത്ത് വന്ന ഒരു മിസ്റ്റേക്ക്. ജനങ്ങളോടുള്ള വഞ്ചനയല്ലേ? നിങ്ങളെ തെരഞ്ഞെടുത്ത ജനങ്ങളോടുള്ള വഞ്ചനയല്ലേ? ഞാൻ ഒരു ജനത്തിനെയും ഞാൻ വഞ്ചിച്ചിട്ടില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു പ്രലോഭനം ഇല്ലില്ല. ഇപ്പോഴും ഞാൻ LDFനല്ല. ഞാനിപ്പോൾ പാർട്ടി എന്നെ പുറത്താക്കി. ഞാനും ഒരു പൊതുപ്രവർത്തകനാണ് ഇപ്പോഴും. ഞാൻ ഇനിയും പൊതുപ്രവർത്തകനായിട്ട് ഞാൻ ഇവിടെ ഉണ്ടാവും. ഞാൻ ഒളിച്ചോടും. പാർട്ടിയില്ല ഇപ്പോ. ഞാൻ UDFകാരൻ. എന്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ UDFകാരനാണ്. എന്നെ പാർട്ടി പുറത്താക്കിയിട്ടുണ്ട് ഈ ലീഗ് എന്നുള്ള. എത്രത്തോളം ഇങ്ങനെ മിസ്റ്റേക്ക് പറ്റാൻ കാരണം എന്താ, അങ്ങനെ പറ്റാൻ കാരണം എന്ന് പറയുന്നത്?
ഇത് അല്ല ഇത് ഞാൻ പറഞ്ഞല്ലോ മാനസികമായിട്ട് ഞാൻ ഒരിക്കലും LDF സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഓക്കെ അങ്ങനെയാണ് ആ മിസ്റ്റേക്ക് തിരുത്താൻ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആ സമയത്താണ് എനിക്കെതിരെ അവിടെ മറ്റേ എന്റെ വീട്ടിലേക്ക് മാർച്ച് നടക്കുന്നു, എന്റെ കോലം കത്തിക്കുന്നു. ഞാൻ ഒരിക്കലില്ല. എന്ത് നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഞാനത് പറഞ്ഞു. ഞാൻ മനഃപൂർവ്വം ഒരിക്കലും LDF വോട്ട് ചെയ്യാത്ത ആളാണ്. ഇനിയിപ്പോ എന്ത് പ്രലോഭനങ്ങളും ഞാൻ LDF കൂടെ നിൽക്കില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു LDF വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും മനഃപൂർവ്വം വോട്ട് ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്ക് തെളിയിക്കാം. എന്താണ് സംഭവിച്ചത് സത്യത്തിൽ? എന്താണ് സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ സാധാരണ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ പല വികാരങ്ങൾ കയറി വരും. അതിൽ ഏത് വികാരമായിരുന്നു നിങ്ങൾ വോട്ട് ചെയ്യാൻ പോയപ്പോൾ? ഒരു വികാരത്തിന്റെ പുറത്ത് വോട്ട് ചെയ്തല്ലേ. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഒരു മക്കാമുണ്ട്. അവിടെ പോയിട്ട് ഞാൻ എന്റെ ഫാമിലി, എന്റെ ഉപ്പാരെ അടക്കം വിളിച്ചിട്ടാ പോയി. എല്ലാ നേതാക്കന്മാരെയും വിളിച്ചു. എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഇത് ഉണ്ടെങ്കിൽ പിന്തുണ ആവശ്യപ്പെട്ട് CPM-ന്റെ ഏതൊക്കെ നേതാക്കൾ? ഇല്ല ആരും വിളിച്ചിട്ടില്ല. അത് ഇതിന് ശേഷമാണ് അത് വിളിച്ചു. ഞാൻ ആരുടെയും കോൾ എടുത്തിട്ടില്ല. അതിലെനിക്ക് മുസ്തഫയോട് നാളെ ഒരു ടെസ്റ്റ് ഉണ്ടാവും, നിങ്ങൾ കാത്തിരുന്ന് കാണാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ അതൊരു ജസ്റ്റ് ഫ്രണ്ട്ലി ടോക്ക് മാത്രമാണ്. അതിന്റെ മുന്നേ ഞാൻ മുസ്തഫയോട് സംസാരിച്ചിട്ടുണ്ടല്ലോ. ഇതിന് മുന്നേ മുസ്തഫയോട് സംസാരിച്ചിട്ടില്ല. സംസാരിച്ചിട്ടുള്ള അതിന് മുമ്പ് ഇതിന് മുന്നേ എനിക്ക് പിന്നെ ടോസിലൂടെ വരും. ലൈഫ് സെറ്റിൽ ആവുന്നതാണ് പറഞ്ഞത്. ലൈഫ് സെറ്റിൽ ആവുന്ന ഇതൊരു ഫ്രണ്ട്ലി ഇല്ല ഞാനൊരു പൊതുപ്രവർത്തകനാണ്. ലൈഫ് സെറ്റിൽ ആയോ? ഞാൻ ആരുടെങ്കിലും ഒരു രൂപ വാങ്ങിച്ചു അല്ലെങ്കിൽ കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഭയപ്പെടേണ്ട കാര്യമുള്ളൂ. ഞാൻ ഇന്ന് വരെ ഒരാളുടെ കയ്യിൽ നിന്നും ഒരു രൂപ ഇതിന്റെ പേരിൽ വാങ്ങിച്ചിട്ടില്ല. വീട്ടിൽ പോകാൻ പറ്റും? ഇല്ല, ഭയങ്കര പ്രതിഷേധം നടക്കുന്നത്. എനിക്ക് ഭീഷണി അടക്കമുണ്ട്. ഒരുപാട് ഭീഷണികളുണ്ട്. ആരാ ഭീഷണിപ്പെടുന്നത്? ഓരോരുത്തർ വിളിച്ചിട്ട് എനിക്ക് എന്നെ ആ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാനിത് ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ചെയ്ത ഇതിനകത്തുള്ളൊരു വിഷയം, ജാഫർ വോട്ട് ചെയ്യാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് മിസ്റ്റേക്ക് സംഭവിക്കാം. ഒരുപാട് പേർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, പല ആളുണ്ട്. ഇത് ജാഫർ തലേദിവസം ഇതിനെ സപ്പോർട്ട് ചെയ്യാവുന്ന ഒരുപാട് ജാഫറിന്റെ ഭാഗത്ത് നിന്ന് കമന്റുകൾ വന്നു. അതാണ് ജാഫറിന്റെ സംശയത്തിന് മുകളിൽ. തീർച്ചയായും അത് എനിക്കും, ഞാനാണെങ്കിലും ആ ഒരു രീതിയിലാണ് ചിന്തിക്കുക. പക്ഷെ അത് ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ടോക്ക് മാത്രമാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. എന്റെ നാട്ടിലടക്കം ജാഫറാണ് ഇപ്പോൾ തുറപ്പിച്ചിട്ട് എന്നുള്ള രീതിയിൽ അവിടെയൊക്കെ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. പക്ഷെ LDF ഭാഗത്തുനിന്ന് ഒരാൾ പോലും എന്നെ ഇന്നവരെ സംസാരിക്കാനോ എന്നെ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല.